نور على نور. القاعدة الثالثة أن النبي صلى الله عليه وسلم ظهر على أناس متفرقين في عباداتهم، منهم من يعبد الملائكة، ومنهم من يعبد الأنبياء والصالحين، ومنهم من يعبد الأشجار والأحجار، ومنهم من يعبد الشمس والقمر، وقاتلهم رسول الله صلى الله عليه وسلم ولم يفرق بينهم. والدليل قوله تعالى: وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله. ودليل الشمس والقمر قوله تعالى. മൂന്നാമത്തെ കായിക, ആദ്യത്തെ രണ്ട് കായിക വളരെ അടിസ്ഥാനപരമായ രണ്ട് കായികകളാണ്. ഒന്നാമത്തെ കായിക, മക്കത്തെ മുശ്രിക്കുകൾക്ക് റുബൂബിയ്യത്തിൽ തൗഹീദ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇസ്ലാമിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല, അവരെ മുസ്ലിമായി അല്ലാഹു അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കായിക, മക്കത്തെ മുശ്രിക്കിന് പറ്റിയ ശിർക്ക്, അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ്. മൂന്നാമത്തത് വളരെ അടിസ്ഥാനപരമായ ഒരു കായികയാണ്. ആ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രബോധനമായി രംഗത്ത് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വ്യത്യസ്ത തരക്കാരാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറ അല ഉനാസിൻ മുതഫജ്ജിഖീന ഫി ഇബാദത്തിഹി, വ്യത്യസ്ത ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയാണ് അവർ? മിൻഹും മൻ യഅബ്ദുൽ മലായിക, മലക്കുകൾക്ക് ദുആ ചെയ്യുന്ന, മലക്കുകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വമിൻഹും മൻ യഅബ്ദുൽ അംബിയാ വസ്സാലിഹീൻ, അംബിയാകളെയും സാലിഹീങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വമിൻഹും മൻ യഅബ്ദുൽ അഷ്ജാറ വൽ അഹ്ജാർ, മരങ്ങളെയും കല്ലുകളെയും ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. വമിൻഹും മൻ യഅബ്ദുൽ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത ആൾക്കാരുണ്ടായിരുന്നു. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഫരിഖ് ബൈനഹും, ഇവരുടെ എല്ലാവരോടും റസൂലുള്ളാഹി പോരാടി ആരെയും വേർതിരിച്ചിട്ടില്ല. മലക്കോടാണ് ചോദിക്കുന്നത്, വലിയ ആൾക്കാരിലെ മലക്കുകൾ, അതുകൊണ്ട് ഓൻ നമ്മളെ മുശ്രിക്കായി കാണണ്ട. ഇവൻ അമ്പിയാക്കളെയും സാധികളെയും ചോദിക്കുന്നത്, ഓനെയും മുശ്രിക്കായിട്ട് കാണണ്ട, മുസ്ലിമായിട്ട് കൂടെ കൂട്ടാം. ഏറ്റവും മരത്തോടും കല്ലിനോടുമാണ്, ഓനെ മണം മുശ്രിക്കാക്കാം, ഓനെ കാഫിറാക്കാം. ഇല്ല, മലക്കിനെ വിളിച്ച് പ്രാർത്ഥിച്ചവനെയും കല്ലിനെ വിളിച്ച് പ്രാർത്ഥിച്ചവനെയും രണ്ടുപേരെയും ഒരേപോലെ റസൂൽ കണ്ടത്. വലം യുഫരിഖ് ബൈനഹും, അവരുടെ ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. എല്ലാവരും അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ, അത് മലക്കിന് ചെയ്താലും ശരി, നബിക്ക് ചെയ്താലും ശരി, കല്ലിനോ മരത്തിനോ ചെയ്താലും ശരി, സൂര്യനോ ശംസനോ ചെയ്താൽ എല്ലാവരും തുല്യമാണ്, അവർക്ക് ഒരു വ്യത്യാസമില്ല. അള്ളാഹു പറഞ്ഞു, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, നീ അവരോട് പോരാടണം ശിർക്കില്ലാതാകുന്നത് വരെ. ഇവിടെ ഫിത്നയുടെ ഉദ്ദേശം ശിർക്കാണ്. ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്, കീഴ്വണക്കം മുഴുവനും ആർക്കാകണം? അള്ളാഹ്ക്ക് മാത്രമാകണം. ഒരു മലക്കിനാകാൻ പാടില്ല, ഒരു നബിക്കാകാൻ പാടില്ല, മരത്തിനോ കല്ലിനോ ആകാൻ പാടില്ല, സൂര്യനോ സൂര്യനോ ഒന്നും ആകാൻ പാടില്ല. അഭിമുഖീകരിച്ച സമൂഹം വ്യത്യസ്ത തരക്കാരായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും വ്യത്യസ്ത ആൾക്കാർ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേപോലെയാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ഖബറിനെ ആരാധിക്കുന്നവരും അമ്പിയാക്കളെയും ഔലിയാക്കളെയും മലക്കളെ ആരാധിക്കുന്നവരും എല്ലാവരും ഒരേപോലെയാണ്. ആർക്കും വ്യത്യാസമില്ല, എല്ലാവരും ഒരേപോലെ. ഈസാ നബി ആരാധിക്കുന്നവരും യേശുവിനെ വിഗ്രഹങ്ങളെ രാമകൃഷ്ണന്മാരെ ആരാധിക്കുന്നവരും അമ്പിയ ഔലിയാക്കന്മാരെ ഖബറുകൾ ആരാധിക്കുന്നവരും എല്ലാവരും തുല്യരാണ്. എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നാണ്, ഒരു വ്യത്യാസവും ഇടയിലില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് ഇങ്ങനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നതിന് തെളിവെന്താണ്? ദലീലു ശംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ച റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന തെളിവെന്താണ്? അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യനും ചന്ദ്രനും രാവും പകലും. അതുകൊണ്ട് ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. മനസ്സിലായി? സൂര്യകാലത്ത് സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മലക്കുകൾക്ക് സുജൂദ് ചെയ്തിട്ടുണ്ടായിരുന്നു, മലക്കുകളെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് തെളിവെന്താണ്? അള്ളാന്റെ വാക്കാണ്, ഒരു നബിയും ഒരിക്കലും ചെയ്യാൻ പാടില്ല, മലക്കുകളെയും നബിമാരെയും റബ്ബുകളാക്കണമെന്ന് കൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ അന്ന് മലക്കുകളെയും നബിമാരെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു.
നബിമാരെ ആരാധിച്ചു തെളിവ് എന്താണ്? അള്ളാഹ് പറഞ്ഞു, വൈദ ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ് ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. നാളെ പരലോകത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അള്ളാഹ് ചോദിക്കും, ഈസ, നീയാണോ നിന്നെയും നിന്റെ ഉമ്മാനെയും എനിക്ക് പുറമെ ആരാധരാക്കണമെന്ന് കൽപ്പിച്ചത്? മനസ്സിലായി? ഈസാ നബിനെയും ഇസ്ലാമിന്റെ ഉമ്മ മറിയമിനെയും ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു എന്ന്. ക്രിസ്ത്യാനികൾ സുവർഗകാലത്ത് ഉണ്ടായിരുന്നവർ. സാലിഹ്യങ്ങൾ ആരാധിച്ച തെളിവ് എന്താണ്? ഉലൈകൽ ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. സുവർഗകാലത്ത് സാലിഹ്യങ്ങളായ മഹാന്മാരായ ആൾക്കാരെ ആരാധിച്ചവരുണ്ടായിരുന്നു. തെളിവ് എന്താണ്? അല്ലാഹ് പറയുന്നു, ഉലൈക അല്ലദീന യദ്ഊന, അല്ലാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ആ മഹാന്മാർ മരിച്ചുപോയി ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാന്മാരുണ്ടല്ലോ ഖബറിലുള്ളവർ, അവർ യബ്തഗൂന ഇലാ റബ്ബിഹിം, അവർ അവിടെ റബ്ബിലേക്ക് തേടുന്നു. എന്തിനെ? അൽ വസീലത, വസീലയെ അടയാളത്തെ തേടുന്നു. അള്ളാഹുവിനെ കടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഏറ്റവും അള്ളാഹുവിന്റെ അടുപ്പമുള്ള ആള്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ സാധ്യതയുള്ള ഏറ്റവും വലിയ മഹാൻ വരെ അള്ളാഹിന്റെ അടുത്ത് നിന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവരോട് ചെടി ഇവര് പ്രാർത്ഥിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ സമസ്തക്കാര് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അവസ്ഥ എന്താണ്? മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹിൽ നിന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാൻ. മനസ്സിലായ? മഹാന്മാർ ഇവരാരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവര് തന്നെ അള്ളാഹുവിലേക്ക് വസീലയെ തേടുകയാണ്. വസീലയെ തേടുക മാത്രമാണോ? വയർജൂന റഹ്മത, ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഔലിയാക്കൾ എന്ന് പറയുന്നവർ അള്ളാന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയാണ്. വയഖാഫൂന അദാബ, അള്ളാന്റെ അദാബിനെ പേടിക്കുകയും ചെയ്യാം. അങ്ങനെ അള്ളാന്റെ അദാബിനെ പേടിക്കുന്ന, അള്ളാന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് അള്ളാന്റെ കയ്യിൽ വസീല സാമീപ്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവർ അള്ളാന്റെ സാമീപ്യം കൊണ്ട് അള്ളാഹിലേക്ക് അടുപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തന്നെ എന്ത് ചെയ്യാണ്? അള്ളാന്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പോഴാണ് ഇവരൊന്ന് പറയുന്നത്, നിങ്ങൾ നമ്മളെ അടുപ്പിക്കണേ. ഇപ്പൊ ഞാൻ തന്നെ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്, അതിപ്പോ നിന്നെയും കേട്ടാ എനിക്ക് കഴിയില്ല എന്നൊക്കെ അവര് മാറിപ്പോ. മരങ്ങളെ കല്ലുകളെയൊക്കെ ആരാധിച്ചു എന്ന തെളിവ് എന്താണ്? അള്ളാഹുവിന്റെ വാക്കാണ്, ലാത്തനെയും ഉസ്സനെയും മനാത്തിനെയും അറിയോ? മറ്റത്തെ മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളാണ്. ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു കല്ലാണ്, തായിഫിലുള്ള ഒരു കല്ലിനാണ് അവർ ആരാധിച്ചത്. ലാത്ത എന്ന കല്ലിന് പേരിട്ടത് അള്ളാഹ് എന്ന കലിമത്തിൽ നിർത്തിയിട്ടാണ്. അള്ളാഹ് എന്നത് പെണ്ണാക്കാൻ വേണ്ടിട്ട് ലാത്ത് പെണ്ണായിട്ടാണ് വേണ്ടത്. കല്ലാണ്, ത്രികോണത്തിലുള്ള കല്ല്. ഉസ്സ എന്ന് പറഞ്ഞാൽ മക്കയുടെയും തായിഫിന്റെയും ഇടയിലുള്ള നാട്ടിലുള്ള ഒരു വേറൊരു മരത്തെയാണ് ആലോചിച്ചത്. ഉസ്സ എന്ന അസീസ് എന്ന അള്ളാന്റെ പേരിൽ നിന്നുമാണ് ഉസ്സ എന്ന് പേരിട്ടത്. മനാത്ത എന്ന് പറഞ്ഞാൽ അതും മക്കയുടെയും മദീനയും ഇടയിലുള്ള ഒരു നാട്ടിലുള്ള ഒരു കല്ലാണ്, ത്രികോണാകൃതിയിലെ ഒരു കല്ലാണ്. മന്നാൻ എന്ന അള്ളാന്റെ പേരിൽ നിന്നുമാണ് മനാത്തിൽ കിട്ടത്. ഇങ്ങനെ ദൈവം വിസ്മരിച്ചിട്ട് കല്ലുകളെയും മരത്തെയും മക്കത്തെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. അതിനെയും അള്ളാഹു വിമർശിച്ചു. ഈ എല്ലാവരെയും അള്ളാഹു ചെയ്തു ഒരേപോലെ ശക്തിന്റെ അധികാരമായിട്ട് കണ്ടു. അതുപോലെ തന്നെ കല്ലിനെയും മരത്തെയും ആരാധിച്ചതിന് മറ്റൊരു തെളിവ് وحديث أبي واقد الليثي رضي الله عنه قال خرجنا مع النبي صلى الله عليه وسلم إلى حنين ونحن حدثاء أحد بكفر وللمشركين سدرة يعكفون عندها وينوطون بها أصيحتهم يقال لها ذات أنبار فمررنا بسدرة فقلنا يا رسول الله اجعل لنا ذات أنبات كما لهم ذات أنبات. أبو واقد الليثي رضي الله تعالى عنه പറയുന്നു, ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് വായിക്കാൻ വന്നത് മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു തെളിവ് ഹദീസിൽ നിന്നും ശൈഖ് കൊണ്ടുവരുന്നുണ്ട്. ഹദീസു അബീ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു, അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു ഹദീസാണ്.
അദ്ദേഹം പറയാണ് ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ. നമ്മൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഹുദഥാഉ അഹദിൻ ബികുഫർ. നമ്മളെല്ലാവരും പുതു മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിം ആയിട്ടേ ഉള്ളൂ, ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. വലിൽ മുശ്രികീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹാ വയനൂതുന ബിഹാ അസ്ലിഹതഹും. മുശ്രിക്കുകൾക്ക് ഒരു മരമുണ്ട്, ആ മരത്തിന്റെ അടുക്കൽ അവർ ഇത്തികാഫിരിക്കും. അവരുടെ ആയുധങ്ങളെ, സിലാഹുകളെ അവർ ആ മരത്തിൽ തൂക്കിയിടും. യുഖാലു ലഹാ ദാതു അംബാത്ത്. ആ മരത്തിന് ദാതു അംബാത്ത്, കൊളുത്തുകളുള്ള, മുള്ളുകളുള്ള മരങ്ങൾ എന്നാണ്, മരം എന്നാണ് ആ മരത്തിന് പറയുക. ഫമറർനാ ബിസിദ്റത്തി. അങ്ങനെ നമ്മൾ ഒരു മരത്തിന്റെ അരികിലൂടെ കടന്നുപോയി. ഫഖുൽനാ യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അംബാത്തിൻ കമാ ലഹും ദാതു അംബാത്ത്. പ്രവാചകരെ, അവർക്ക് മുള്ളുള്ള, കൊളുത്തുള്ള മരങ്ങൾ ഉള്ളതുപോലെ നമുക്കും ഒരു മരത്തെ നിശ്ചയിച്ചതാ എന്ന് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ ഹദീസിന്റെ ഇദ്ദേഹം കൊണ്ടുവരാനുള്ള കാരണം, മക്കത്തെ മുശ്രിക്കുകൾ മരത്തെ ആരാധിച്ചിരുന്നു, മരത്തിൽ നിന്നും ബർക്കത്തെടുത്തിരുന്നു, മരത്തിൽ നിന്നും ഗുണവും ദോഷവും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സഹാബാക്കുള്ളത് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കാഫിറാക്കിയിട്ടില്ല. കാരണം അവർ പുതു ഇസ്ലാമികളായിരുന്നു. മാത്രമല്ല അള്ളാഹിനെ പോലത്തെ ഒരു അള്ളാഹിനെ അല്ലെങ്കിൽ ആരാധിക്കാനുള്ള ഒരു ഇലാഹിനെ നിശ്ചയിച്ചതാ എന്നല്ല അവർ ചോദിച്ചത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരം നിശ്ചയിച്ചു തന്നാൽ അതിന്ന് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എടുക്കാമല്ലോ, ഷറാവുമല്ലോ എന്ന ആഗ്രഹത്താലാണ് അവർ ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി എതിർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ ഇന്നഹ സനൻ ഖുൽതു വല്ലദീ നഫ്സി ബിയദി കമാ ഖാല ബനൂ ഇസ്രായീൽ ലിമൂസ. അല്ലാഹു വലിയവനാണ്, ഇതൊരു ചര്യയാണ്. അല്ലാഹ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ ബനൂ ഇസ്രായീൽ മൂസാ നബിയോട് ചോദിച്ച അതേ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മൂസാ നബിയോട് ബനൂ ഇസ്രായീൽ ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഓ മൂസ, അവർക്ക് ഒരുപാട് ഇലാഹുകൾ ഉള്ളതുപോലെ നമുക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചതാ എന്ന് ബനൂ ഇസ്രായീൽ ചോദിച്ച അതേ ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിലേക്കുള്ള വഴിയെ തടയണം. ഇവര് ശിർക്ക് ചെയ്തിട്ടില്ല, ശിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതുമല്ല. ശിർക്കിലേക്കുള്ള വഴികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ലതർകബുന്ന സനന മൻ കാന ഖബലകും. തീർച്ചയായും നിങ്ങൾ പൂർവികരുടെ ചര്യ ഫോളോ ചെയ്യും, ആ ചര്യ നിങ്ങളും ചെയ്യുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് ഇന്ന് ഉണ്ടായി. ജൂത നസാറാക്കൾ ഏതൊരു ആരാധനാ കർമ്മങ്ങളാണോ നിർവഹിച്ചത്, ഇന്ന് മുസ്ലിമീങ്ങളും അത് ചെയ്യുന്നിടത്തേക്ക് എത്തി. മുശ്രിക്കുകൾ എന്താണോ അന്ന് ചെയ്തത് അത് ചെയ്യുന്നിടത്തേക്ക് ഇന്ന് മുസ്ലിമുകൾ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തൗഹീദിനെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ ആരാധനകൾ നിർവഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവരാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ കണ്ടിട്ടില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ, ഇവര് മലക്കുകളെയല്ലേ, ഒരു നിസ്കരിക്കുന്നവരല്ലേ, അങ്ങനത്തെ ഒരു ഫർക്കും ആരുമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവരെല്ലാവരും മുശ്രിക്കുകളാണ്, ഇസ്ലാമിന്റെ പുറത്താണ്. നമുക്കാണ് ന്യായം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലേ, 5 വക്ത് നിസ്കരിക്കുന്നില്ലേ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറച്ചിൽ ഉപകരിക്കൂല, നിസ്കാരം സ്വീകാര്യമല്ല. കാരണം ഖബറിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്, ദർഗക്ക് ആരാധന ചെയ്യുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ഒരു വിവേചനം കൽപ്പിച്ചിട്ടില്ല. മറ്റൊരു ഹിന്ദുക്കളല്ലേ, അവര് ക്രിസ്ത്യാനികളല്ലേ, ഇവർ നമ്മുടെ കൂടെയുള്ളവരല്ലേ, അങ്ങനത്തെ ഒരു ന്യായമില്ല. ശിർക്ക് ചെയ്താൽ അവൻ ആരായാലും ശരി, വീട്ടിന്റെ ഉള്ളിലോളം ശരി, മുശ്രിക്കാണ്, ഇസ്ലാമിന് പുറത്താണ്. ഒരു വേർതിരിവും ഈ വിഷയത്തിൽ ഇല്ല. ശൈത്താൻ ഇന്ന് നമ്മുടെ ജനങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ കയറിക്കൂറിയത് മുസ്ലിമീങ്ങളെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു മരണപ്പെട്ട് പോയവരുടെ ഖബർ. ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം
ഇതേ കുറ്റം ചെയ്തതിന്റെ പേരിലാണ് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായി ആ കൗമിലേക്ക് അയച്ചത്. വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് തിരുത്താൻ അള്ളാഹു താക്കീത് നൽകിയത്. എന്താണ് റസൂൽ നൂഹ് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൗം ചെയ്തത്? ലാത്ത, വദ്, സുആ, യഊഖ്, യഊസ്, നസ്ർ പോലുള്ള മഹാന്മാരുടെ ഖബറുകളെ ദർഗകളാക്കി ആ ദർഗക്ക് ഇബാദത്ത് ചെയ്തു, തവാഫ് ചെയ്തു, അവരെ കുറിച്ച് പ്രാർത്ഥിച്ചു പോലുള്ള അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്തുകൾ അവർക്ക് തന്നു. ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുആൻ വലാ യഊക വയഗൂസ വനസ്റ. ഇതൊന്നും വിടാൻ പാടില്ല. ഇവരൊക്കെ നിങ്ങളുടെ മഅബൂദുകളാണ്, ആരാധന നൽകേണ്ട ആൾക്കാരാണ് എന്ന്. ആരാണ് വദ്ദ്, യഗൂസ്, യഊസ്, നസ്റൊക്കെ? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, കാനു അസ്മാ റിജാലി സാലിഹീന മിൻ ഖൗമി നൂഹ്. ഈ പറയപ്പെട്ട പേരുകളൊക്കെ നൂഹ് നബിയുടെ കൗമിലെ സാലിഹീങ്ങളായ വ്യക്തികളുടെ പേരുകളായിരുന്നു. ഫലമ്മ ഹലകൂ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനു യജ്ലിസൂന ഫിഹാ അൻസാബ. ഈ മഹാന്മാരായ ആൾക്കാർക്ക് മരിച്ചപ്പോ ശൈത്താൻ ആ നാട്ടുകാരിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ മഹാന്മാരായ ആൾക്കാരല്ലേ ഇവരൊക്കെ, ഇവര് മരിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളം ഉണ്ടാകും? മഹാന്മാരെ തിരിയാൻ ഓരോ കബറിലും കൊണ്ട് അടയാളം വെക്ക്. അവരുടെ പേരും നിങ്ങളവിടെ എഴുതിക്കണം. ഇന്ന മഹാൻ, വദ് മഹാൻ, യഗൂസ് മഹാൻ, പേര് വെക്കണം. ശൈത്താന്റെ ഈ ലോകത്തിൽ വീണുപോയി അവർ ശിർക്ക് ചെയ്തു, ആ അമല് ചെയ്തു. അവർ ചെയ്തിട്ടില്ല, അവർ ആരാധിച്ചിട്ടില്ല. ഖബറിനെ നാട്ടി അടയാളം വെച്ചു, പേര് അത്ര ചെയ്തിട്ടുള്ളൂ, ആരാധിച്ചിട്ടില്ല. അങ്ങനെ ഈ ഖബറിൽ കമ്പ് നാട്ടിയ പേര് അടയാളമായി പേര് എഴുതി വെച്ച ഈ കൗമ് മരണപ്പെട്ടുപോയി. ഈ കമ്പ് എന്തിനാ നാട്ടിയത്, ഈ പേര് എന്തിനാ എഴുതിയെന്ന് അറിയാത്ത ഒരു ചെറിയ തലമുറ മക്കള് ജനിച്ചു വളരുകയും അവർ അതിനെ ആരാധിക്കുകയും ചെയ്തു. കൗറാരാധനയായിരുന്നു ഒന്നാമത്തെ ശിർക്ക്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞതും അതന്നെ. അവസാനത്തെ പ്രവാചകൻ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. ജൂത നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ ദർഗകളാക്കി. സൂറത്തിൽ പറഞ്ഞു, ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ നിങ്ങൾ അതിൽ നിന്നും നിരോധിക്കുന്നു, നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബശയിൽ കണ്ട ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഹബശയിൽ പോയപ്പോൾ അവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഒരുപാട് രൂപങ്ങൾ കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ കണ്ട കാഴ്ച ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം. റസൂലുള്ളാഹി സ്ട്രോങ്ങിൽ പറഞ്ഞു, അവരാരെന്നറിയോ? അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദ. ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിം അർ-റജുലു സാലിഹ് അവൽ അബ്ദു സാലിഹ്. ഒരു സാലിഹായ വ്യക്തി അവരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദ, ആ സാലിഹായ വ്യക്തിയുടെ ഖബറിനെ അവർ ദർഗയാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ ദർഗയിൽ ഈ കൊത്തുപണികളെല്ലാം അവർ നടത്തും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഈ കൂട്ടർ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ കെട്ടിപ്പൊക്കിയാണ്, ദർഗകളൊക്കെയാണ്. ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ്. ദർഗ ഉണ്ടാക്കാനുള്ളത് ജൂത നസറ സംസ്കാരമാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്ന അലൈഹി. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഖബറിൽ കുമ്മായം തേക്കല്, ഖബറിന്റെ മേലെ ഇരിക്കൽ, ഖബറിൽ എടുപ്പെടുക്കൽ, ഖബർ കെട്ടിപ്പൊക്കൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, ഹറാമാണ്. ഞാൻ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ ഹദീസിനെ മുസ്ലിങ്ങൾ എന്ത് പറയും? നഹാ റസൂലുള്ളാഹി അൻ യുബ്ന അലൈഹി വ അൻ യുജസ്സസൽ ഖബ്ർ,
കബർ സിമന്റ് തേക്കുന്നതിനെ കബർ കെട്ടിപ്പൊക്കുന്നതിന് റസൂൽ നിരോധിച്ചിട്ടുണ്ട് എന്ന ഈ ഹദീസിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അത് സാധാരണക്കാരായ ആൾക്കാരുടെ കബറാണ്, മഹാന്മാരുടെ കബറല്ല. ആരാ മഹാന്മാരുടെ കബറല്ല എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിനെ സാധാരണക്കാരതാക്കാനും മഹാന്മാരുടെ അല്ലാണ്ടാക്കാനും റസൂലിനേക്കാൾ മേലമാരാരുള്ളത്? റസൂൽ പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ച കബർ മഹാന്മാരുടെ കബറല്ല, സാധാരണക്കാരുടെ കബറാണ്. എന്താണ് സാധാരണക്കാരുടെയും മഹാന്മാരുടെ കബറിന്റെ വ്യത്യാസം വിഷയത്തിൽ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശിറാറിൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂടി, ഇന്ന മിൻ ശിറാരിൻ നാസി, ജനങ്ങളെ കൂട്ടി ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ, അല്ലദീന തുദ്രികുഹുമുസ് സഅതു വഹും അഹ്യാ, ഖിയാമത്ത് നാൾ ഏതൊരു ഭൗതിലാണോ സംഭവിക്കുക അവരാണ്. വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, ഖബറുകളെ ദർഗകളാക്കുന്നവരുമാണ്. അപ്പൊ ഖബറിൽ ഇസ്ലാമിൽ യാതൊരു പ്രത്യേകതയുമില്ല കെട്ടിപ്പൊക്കാൻ, ദർഗയാക്കാൻ. മറിച്ച് ഖബർ കെട്ടിപ്പൊക്കരുത് എന്നാണ് റസൂൽ പറഞ്ഞത്, കുമ്മായം തേക്കരുത് എന്നാ പറഞ്ഞത്. എന്നാൽ ശൈത്താൻ റസൂൽ നിരോധിച്ച കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഉമ്മത്തിനെ ശിർക്കിലേക്ക് കൊണ്ടുപോയി. ദർഗ സംസ്കാരം ജൂതനസാറ സംസ്കാരമാണെന്ന് അറിയപ്പെട്ടത്. അല്ലാഹുവേ എന്റെ ഖബറിനെ ദർഗയാക്കരുതേ. റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. സമസ്ത മുസ്ലിംകളുടെ അർത്ഥം വെക്കട്ടെ, വസനയുടെ അർത്ഥം എന്താണ്? ദർഗ എന്നാണ്. ദർഗയാക്കരുത്. എന്നാൽ ഈ ഒരു കാര്യം അറിയാതെ നമ്മൾ സാധാരണക്കാരെ ഒരുപാട് പേർ ഖബർ ഇസ്ലാമിന്റെ ഭാഗമാണെന്നും മരിച്ചുപോയ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ദീനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വലിയ ശിർക്കിൽ വീണിരിക്കുക. മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു ശിർക്കിലാണോ വീണത് അതേ ശിർക്കിൽ വീണിരിക്കുക. എന്റെ സംസാരം കേൾക്കുന്ന സമസ്തക്കാരായ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിലേക്ക് മടങ്ങി വരണം. അബൂജഹലിന്റെയും മുഅ്തബത്തിന്റെയും ശൈബത്തിന്റെയും ദീൻ വിടണം. ഖബർ ആരാധന മരിച്ചുപോയ കുറിച്ച് പ്രാർത്ഥിക്കാനുള്ളത് അബൂജഹലിന്റെയും മുഅ്തബത്തിന്റെയും ശൈബത്തിന്റെയും ദീന. ഈ 4 കായിക പറയുന്നതിലൂടെ നമുക്കത് ബോധ്യമായി. ഖബർ കെട്ടിപ്പോക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്, ദർഗ സംസ്കാരം ജൂതനസാറ സംസ്കാരമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. മാത്രമല്ല, ഞാനൊരു ഇബാറത്ത് വായിച്ചു തരാം. ബദ്റുദ്ദീൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അൽ അഹ്ദൽ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഷാഫിഈ പണ്ഡിതനാണ്, അശ്അരി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മതാലിബ് അഹ്ലിൽ ഖുർബ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, അൽ ഇസ്തിഗാസത്തു ബിൽ മശായിഖി അൽ അംബാത്തി വൽ അഹ്യാ ലാ തജൂസ്. അൽ ഇസ്തിഗാസത്തു ബിൽ മശായിഖി അൽ അംബാത്തി വൽ അഹ്യാ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ മശായിഖന്മാരെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യുക എന്നത് മിമ്മാ അത്ബഖ അലൈഹി അൽ മുതഅഖിറൂന മിനൽ മുതസവ്വിഫ, പിൽക്കാലക്കാരായ സൂഫികൾ ഉണ്ടാക്കിയതാണ് അത്. വലം യുൻകൽ അനിസ് സലഫിൽ മുതഖദ്ദിമീൻ, പൂർവികരായവരിൽ നാലും തന്നെ മരിച്ചുപോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരോട് ഇസ്തിഗാസ ചെയ്യാമെന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. ലിമഅരിഫതിഹിം ബിഅന്നൽ ഇസ്തിഗാസത ബിഗൈരില്ലാഹി തആല ലാ തജൂസ് വലാ തൻഫഅ. എന്തുകൊണ്ടാണ് സലഫുകൾ ചെയ്യാത്തത്? അവർക്കറിയാം അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ ലാ തജൂസു വലാ തൻഫഅ, അത് അനുവദനീയമല്ല, ഇസ്തിഗാസ ചെയ്തിട്ട് കാര്യമില്ല, ഉപകരിക്കുകയുമില്ല എന്നറിയാം. എന്നതുകൊണ്ട് സലഫുകൾ ആരും ചെയ്തിട്ടില്ല. ഷാഫി മദ്ഹബുകാരനാണ്, അശ്അരിയുമാണ് അദ്ദേഹം. ഹിജ്റ 855 മരിച്ചുപോയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖാലല്ലാഹു തആല ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. നേരത്തെ ഓതിയ ആയത്ത് മരിച്ചുപോയ ഇതല്ല, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ വിളിക്ക്, അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ നീക്കാൻ പറ്റുമോ എന്ന് ചോദിക്ക് എന്ന് പറയുന്ന ആയത്ത്. കുൽ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വാദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പല യംലികൂന കശ്ഫൻ ദുർരിയൻകും വലാ തഹ്വീല, അവർ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കുകയില്ല എന്നായത്തൂതി. വഗൈറു ദാലിക മിനൽ ആയാത്ത്, ഇതുപോലെ കുറെ ആയത്തുകൾ വേറെയുണ്ട്. അത് പറയുന്നത് ബദ്റുദ്ദീൻ അൽ അഹ്ലൽ പറയാണ്. എന്ത് പറയുന്നു? വലം യുൻകൽ
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദിന ലി അഹദിൻ മിന സഹാബത്തി റളിയല്ലാഹു അൻഹു ഫിൽ ഇസ്തിഗാസതി ബിഹി ഫി ശിദ്ദത്തിൻ ഖത്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് ആർക്കും തന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ അനുവാദവും കൊടുത്തിട്ടില്ല. വകാന ഹാദിറ യൗമ ഉഹദിൻ ഫലം യംലിക് മിനൽ അംരി ശൈആ കമാ ഖാല തആല ലൈസ ലക മിനൽ അംരി ശൈ. ഉഹദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. റസൂൽ ജീവിച്ചിരിപ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ട്. എന്നിട്ട് പോലും റസൂലുള്ളാഹിക്ക് സഹാബാക്കളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. ആര് പറയാൻ? ബദ്രുദ്ദീൻ അൽ അഹ്ദലി പറയാൻ, റസൂലുള്ളാഹി ഉഹദ് യുദ്ധവേളയിൽ ജീവിച്ചിരിപ്പുണ്ട്, സഹാബാക്കളുടെ കൂടെയുണ്ട്. എന്നിട്ട് പോലും ആ ഉഹദ് യുദ്ധം എല്ലാവർക്കും അറിയുന്നതാണ്, എന്റെ പ്രയാസം ഉണ്ടായ യുദ്ധം. ആ യുദ്ധത്തിൽ റസൂലുള്ളാഹിക്ക് ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലൈസ ലക മിനൽ അംരി ശൈ. ഒരു കാര്യം താങ്കൾ എടുക്കലല്ല, താങ്കൾക്കൊന്നും തീരുമാനിക്കാൻ കഴിയുകയില്ല, എല്ലാം തീരുമാനിക്കുന്ന അള്ളാഹു ആണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ന്. അപ്പോൾ ഉഹദ് യുദ്ധവേളയിൽ പ്രയാസം ഉണ്ടായ റസൂലുള്ളാഹിക്ക് അപ്പോൾ സഹായിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മരിച്ചിട്ട് പിന്നെ റസൂൽ സഹായിക്കാന്ന് പറയാ, റസൂൽ ഒരു സഹാബിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസത്തൊക്കെ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ബദ്രുദ്ദീൻ അൽ അഹ്ദൽ അശ്ശാഫിഈ അൽ അശ്അരി, ഷാഫി പണ്ഡിതനാണ്, അശ്ശരി പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ ഈ നസീഹത്തെങ്കിലും സമസ്തക്കാർ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ പടുപോയിയാകുന്ന ശിർക്കിൽ നിന്നും സമസ്തക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അള്ളാഹു കാക്കട്ടെ.